Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഗോതമ്പ് ദോശയും തേങ്ങാ ചമ്മന്തി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഇത് കണക്കത്തെ തവിക്ക് 2 തവി ഗോതമ്പ് പൊടി ഇടുന്നതാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കുന്നുണ്ട്. മൈദ ചേർക്കുന്നത് ഓപ്ഷനിലാണ്. അപ്പോൾ മൈദ ചേർക്കുവാണെങ്കിൽ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൈദ ചേർത്തത്. അപ്പോൾ കുറച്ചിട്ടേച്ചാൽ മതി, ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. അത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ടേച്ചാൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാണ്ട് വേണം അത് കലക്കിയെടുക്കാനായിട്ട്. മാവ് കലക്കിയെടുത്തിട്ടുണ്ട്. മാവിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ടെക്സ്ചറിൽ വേണം മാവ് വരാനായിട്ട്. നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് മാവ് ഒഴിക്കാം. മാവ് വീണ്ടും ഒന്നും കൂടി ഇളക്കണം. എന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഞാൻ 2 തവി ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതിങ്ങനെ പരത്തിയെടുക്കാം. ഇത് തവ നോൺ സ്റ്റിക്ക് ആയിട്ട് ഞാൻ പിന്നീടാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. നമ്മൾ ദോശക്കല്ലാണെന്നുണ്ടെങ്കിൽ ആദ്യമേ എണ്ണ തേച്ചിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചേർത്തേക്കുന്ന എണ്ണ നല്ലെണ്ണയാണ്. ഇതൊന്ന് നല്ലപോലെ ക്രിസ്പി ആവട്ടെ. ഇതുപോലെ സോഫ്റ്റായിട്ട് മതി എന്ന് എനിക്ക് ഇപ്പം എടുക്കാം. അപ്പം എനിക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് വേണം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് മൊരിച്ചെടുക്കണേണ്. ഇതിപ്പോൾ അടിവശം മൂത്തിട്ട് ഒന്ന് വിട്ടു വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം. ഇതിപ്പോൾ ഈ സൈഡും മൂത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഇത്രയും മൊരിയിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം വെക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കിവിടെ ഇത്രയും നല്ല മൊരിഞ്ഞാണ് വേണ്ടത്. ദോശ നല്ല വൃത്തിക്കാണ് ഉണ്ടാക്കിയേക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഈ ബാക്ക് വശം കണ്ടാൽ അറിയാം. ഒറ്റ ചുറ്റിലിങ്ങനെയല്ല എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഗോതമ്പ് ദോശയ്ക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 2 ഉള്ളിയാണ്. അത് മിക്സിയുടെ ബൗളിലേക്ക് ഇടുകയാണ്. പിന്നെ തേങ്ങ വേണം. കുറച്ച് തേങ്ങ, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് അരയ്ക്കാൻ മാത്രം വെള്ളം. ഒരുപാട് വേണ്ട, കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അരയാൻ പാടായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തിടാം. ഇനി ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. എന്നാ എണ്ണയൊന്ന് ചൂടായിട്ട് വരണം. ഇതിലേക്ക് ഒരു നുള്ളു കടുക്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 2-3 കറിവേപ്പില, ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇത് നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് ഈ ഒരു ചമ്മന്തി ആട്ടോ എപ്പോഴും ടേസ്റ്റ്. മറ്റേ വെള്ള ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വരത്തില്ല. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്.
നല്ല ചൂട് ഗോതമ്പ് ദോശയും തേങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.